السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പോഴും വർഷിപ്പുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചു നൽകിയ ഒരവയവമാണ് നാവ്. അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് രുചി, പിന്നെ അതിൻ്റെ ഫ്ലേവറും. രണ്ടും മനസ്സിലാക്കണമെങ്കിൽ നാവ് നമ്മൾക്ക് അത്യാവശ്യമാണ്. രണ്ടാമത്തെ കാര്യം സ്പീച്ച്, അതായത് സംസാരം. മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ നാവ് അത്യാവശ്യമാണ്. അത് വളക്കുവാനും തിരിക്കുവാനും വളരെ പ്രയാസമുള്ള അക്ഷരങ്ങളൊക്കെ ഉരുവിടാനൊക്കെ നാവ് അത്യന്താപേക്ഷിതമാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റായ കാര്യം, നാവ് നമ്മൾക്ക് ബാക്ടീരിയ പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന അസുഖങ്ങളെ തടഞ്ഞു നിർത്തുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നാവ് പരിശോധിക്കും. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിന് അസുഖമുണ്ടെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ നാവിൽ റിഫ്ലക്റ്റ് ചെയ്യും. മറ്റൊരു മർമ്മപ്രധാനമായ കാര്യം നാവിനെ കൊണ്ട് ഭക്ഷണം കഴിക്കുക, അതിനെ ദഹിപ്പിക്കുക, പോഷക ആഹാരമായി മാറ്റുക, അതിന് വേണ്ട സലൈവയും കെമിക്കൽസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ നാവാകുന്നു. കൂടാതെ സെൻസറി ഓർഗൻ എന്ന് പറയും. ചൂടും തണുപ്പൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നാവിൻ്റെ ആവശ്യമുണ്ട്. ഈ പറഞ്ഞതൊക്കെ സയൻറ്റിഫിക് വാല്യൂസും അതിൻ്റെ ഇമ്പോർട്ടൻസുമാണ്. ഇനി നാവ് അള്ളാഹു മനുഷ്യർക്ക് അനുഗ്രഹിച്ച് നൽകിയ വിലമതിക്കാനാവാത്ത അവയവം. ഈ നാവാണല്ലോ സംസാരിക്കാൻ നമ്മെ സഹായിക്കുന്നത്. നാവ് വളരെ അപകടകാരിയും കൂടിയാകുന്നു. അതുകൊണ്ട് നല്ലത് മാത്രം സംസാരിച്ചവർ രക്ഷപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ്റെ മനസ്സ് നന്നായാലേ അവൻ്റെ ഈമാൻ ശരിയാവും. നാവ് നന്നായാലേ മനസ്സ് നന്നാവൂ. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ, സംസാരത്തിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ആളുകൾ നരകത്തിൽ മൂക്കുകുത്തി വീഴുന്നത് അവരുടെ നാക്ക് മൂലമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തുടർന്നു, തൻ്റെ നാവിനെ നിയന്ത്രിച്ചവൻ്റെ നഗ്നത അള്ളാഹു മറക്കും. കോപം അടക്കി വച്ചവനെ അള്ളാഹു തൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് മാത്രം സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമുഅ ഖുതുബയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് ഖതീബ് പറയാറുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ ഭക്തിയോടുകൂടി സമീപിക്കുക. സദ്ദായ സംസാരം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. സദ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന സമയത്തും പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴോ ഒരു പ്രയാസമോ മാനസിക സംഘർഷമോ ഇല്ലാത്ത സംസാരം. നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കുക, എങ്കിൽ അള്ളാഹു നമ്മളുടെ പാപങ്ങൾ പുറത്തു തരും. ആരെങ്കിലും അള്ളാഹു അനുസരിക്കുകയും പ്രവാചകനെ പിന്തുടരുകയും ചെയ്താൽ അവരാകുന്നു വിജയിച്ച ആളുകൾ, സക്സസ്ഫുൾ പീപ്പിൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മൾ സാധാരണ സംസാരത്തിൽ വാഗ്വാദം ഉണ്ടാവാറുണ്ട്. വാഗ്വാദം നടത്തരുത് എന്നാണ്. അള്ളാഹു മാർഗദർശനം ചെയ്ത ജനം പിന്നീട് വഴിതെറ്റിപ്പോവുക വാഗ്വാദം കൊണ്ടായിരിക്കും. വാദപ്രതിവാദം താൻ സത്യത്തിൻ്റെ ഭാഗത്താണെങ്കിലും വർജിച്ചാലേ ഈമാൻ പൂർത്തിയാകുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. വൈജ്ഞാനിക വിഷയത്തിൽ പോലും വാദപ്രതിവാദമുണ്ടായാൽ അവിടെയും മൗനമാണ് നല്ലത്. എന്നാൽ പഠിക്കാൻ വേണ്ടി ചോദിച്ചറിയാം, എതിർക്കാൻ വേണ്ടിയല്ല. ഇമാം ഗസാലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഇഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച കാര്യങ്ങളാണ് മേൽ പറഞ്ഞത്. ഒരു യഥാർത്ഥ വിശ്വാസി ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു അവൻ്റെ ആത്മാവിനെ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പേ അവൻ്റെ നാഡീ നരമ്പുകളൊക്കെ നിശ്ചലമായാൽ പോലും അവൻ്റെ നാവിന് അള്ളാഹു ശക്തി നൽകും. എന്തിനെന്ന് വെച്ചാൽ അവനെ കൊണ്ട് പറയിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വമൻ കാല ആഖിറു കലാമി
ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. മരണപ്പെടുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞൊരാൾ മരിച്ചാൽ അവന് സ്വർഗം ഉറപ്പായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.